നമസ്കാരം. ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഫോണിൽ ഒരു OTP പോലും വരുന്നില്ല. ആരും നിങ്ങളെ വിളിച്ച് ആ പാസ്വേഡ് ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്നില്ല. നിങ്ങൾ ഒരു ലിങ്കിലും ഇതുവരെ ക്ലിക്ക് ചെയ്തിട്ടുമില്ല. എന്നിട്ടും വെറും 40 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം മുഴുവനും ആരോ കൊള്ളയടിക്കുന്നു. ഇതൊരു സാങ്കല്പിക കഥയല്ല. 2026 ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയെ വിറപ്പിക്കുന്ന സിം സ്വാപ്പ് തട്ടിപ്പാണിത്. നിങ്ങളിൽ എത്ര പേർ ഇതേക്കുറിച്ച് കേട്ടിട്ടുണ്ട്? കഴിഞ്ഞ മാസം മുംബൈ ഹൈക്കോടതി ബാങ്ക് ഓഫ് ബറോഡയോടും HDFC ബാങ്കിനോടും 1.5 കോടിയിലധികം രൂപ ഇരകൾക്ക് തിരികെ കൊടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. എന്താണ് സിം സ്വാപ്പ് എന്ന ഈ തട്ടിപ്പെന്നും ഇതിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. സിം സ്വാപ്പ് തട്ടിപ്പ് എങ്ങനെയാണ് നടക്കുന്നത്? ഇതിൽ കുറ്റവാളികൾ നിങ്ങളുടെ OTP ചോദിക്കുന്നില്ല, പകരം നിങ്ങളുടെ സിം കാർഡിന്റെ നിയന്ത്രണം സ്വയം അവരങ്ങ് ഏറ്റെടുക്കുന്നു. നിങ്ങളത് അറിയുന്നില്ല. ആദ്യം തട്ടിപ്പുകാർ നിങ്ങളുടെ പേര്, ആധാർ നമ്പർ, ബാങ്ക് വിവരങ്ങൾ എന്നിവ ഏതെങ്കിലും ഡേറ്റാബേസുകളിൽ നിന്ന് ശേഖരിച്ചെടുക്കും. ശേഷം നിങ്ങളുടെ പേരിൽ ഒരു വ്യാജ ID കാർഡ് നിർമ്മിച്ച് ടെലികോം സ്റ്റോറിൽ ചെന്നിട്ട് ഫോൺ നഷ്ടപ്പെട്ടു പോയി എന്ന വ്യാജേന നിങ്ങളുടെ നമ്പറിൽ പുതിയൊരു സിം എടുക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയ സിം ആക്ടിവേറ്റ് ആകുന്ന നിമിഷം നിങ്ങളുടെ കയ്യിലുള്ള ഒറിജിനൽ സിമ്മിൽ നെറ്റ്വർക്ക് നഷ്ടമാകും. പിന്നീട് വരുന്ന ഓരോ ബാങ്ക് OTPകളും കുറ്റവാളികളുടെ കയ്യിലുള്ള പുതിയ സിമ്മിലെ ഫോണിലേക്കാണ് പോകുന്നത്. നമുക്കങ്ങനെ ഈ തട്ടിപ്പിനെ തടയിടാൻ പറ്റും. ഇത് എനിക്കും നിങ്ങൾക്കും നാളെ ഒരിക്കൽ നേരിടാൻ ഇടയുള്ള ഒരു അപകടമായതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് വീണ്ടും നമുക്ക് മടങ്ങി വരാം. സിം കാർഡ് സ്വാപ്പ് കേസുകൾ സംബന്ധിച്ച് 2026 പുറത്തു വന്ന ബോംബെ ഹൈക്കോടതിയുടെ 2 വിധികൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. ബാങ്ക് ഓഫ് ബറോഡ കേസിലാണെങ്കിൽ സിം സ്വാപ്പിലൂടെ 1.24 കോടി രൂപയാണ് ഒരു കമ്പനിക്ക് നഷ്ടമായത്. ഉടൻ തന്നെ ബാങ്കിനെ അറിയിച്ചതുകൊണ്ട് ബാങ്കിന്റെ സുരക്ഷാ വീഴ്ചയാണെന്ന് കണ്ടെത്തി മുഴുവൻ തുകയും ക്ലയന്റിന് തിരികെ നൽകാൻ കോടതി ഉത്തരവിട്ടു. HDFC ബാങ്ക് കേസാണെങ്കിൽ വെറും 40 മിനിറ്റിനുള്ളിൽ 38 ലക്ഷം രൂപയാണ് ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് പോയത്. അയാളുടെ അറിവില്ലാതെ ലിമിറ്റ് വർദ്ധിപ്പിക്കുകയും ബെനിഫിഷ്യറികളെ ചേർക്കുകയും ചെയ്തിരുന്നു. ബാങ്കുകൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത കാട്ടണമെന്ന് കോടതി ബാങ്കുകളെ ഓർമ്മിപ്പിച്ചു. ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ട 3 സുപ്രധാന കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഫോൺ സെറ്റിംഗിൽ പോയി സിം ലോക്ക് എനേബിൾ ചെയ്യുക. എയർടെല്ലിലാണെങ്കിൽ 1234, ജിയോയിലാണെങ്കിലും 1234, VIയിലാണെങ്കിൽ 0000 എന്നിവയാണ് ഡിഫോൾട്ട് പിന്നുകൾ. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിം കാർഡ് മറ്റൊരാൾക്ക് മറ്റൊരു ഫോണിലിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. ബാങ്കുകളുടെ തന്നെ ഒതന്റിക്കേറ്റർ ആപ്പുകൾ, ഉദാഹരണത്തിന് SBIയുടെ ഒതന്റിക്കേറ്റർ ഉപയോഗിക്കുക. ഇതുവഴി വരുന്ന നോട്ടിഫിക്കേഷനുകൾ സിം സ്വാപ്പ് ചെയ്താലും സുരക്ഷിതമായിരിക്കും. നെറ്റ്വർക്ക് പോയാൽ നിങ്ങൾ ജാഗ്രത പാലിക്കണം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്ത് നിങ്ങളുടെ ഫോണിൽ മാത്രം 30 മിനിറ്റിലധികം നോ സിഗ്നൽ എന്ന് കാണിക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഉടൻ തന്നെ മറ്റൊരു ഫോണിൽ നിന്ന് കസ്റ്റമർ കെയറിൽ വിളിച്ച് സിം ബ്ലോക്ക് ചെയ്തിരിക്കണം. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടാൽ മടിക്കാതെ 1930 എന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈനിൽ നിങ്ങൾ വിളിക്കുക. തട്ടിപ്പ് നടന്ന വിവരം 3 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ബാങ്കിനെ അറിയിച്ചാൽ നിങ്ങൾക്ക് 1 രൂപ പോലും ബാധ്യതയുണ്ടാകാതെ കാര്യങ്ങൾ തീർപ്പാക്കാൻ കഴിയും. ബാങ്ക് ആ തുക തിരികെ നൽകാൻ ബാധ്യസ്ഥരാണ്. കേന്ദ്ര സർക്കാരിന്റെ സഞ്ചാർ സാത്തി പോർട്ടൽ വഴി നിങ്ങളുടെ പേരിൽ എത്ര സിമ്മുകൾ ഉണ്ടെന്ന് പരിശോധിക്കുകയും ആവശ്യമില്ലാത്തവ റദ്ദാക്കുകയും ചെയ്യണം. സാങ്കേതിക വിദ്യ വളരുന്നതിനോടൊപ്പം നമ്മുടെ ജാഗ്രതയും വളരേണ്ടതുണ്ട്. ഈ വിവരങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. ഓർക്കുക, മാർക്കറ്റ് വൂൾഫ് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് സുരക്ഷിതമായി ട്രേഡിംഗ് തുടങ്ങൂ. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.